ബൈ ബൈ. ഹായ് ഗേസ്, വെൽക്കം ടു ചാനൽ. ഞങ്ങളിന്ന് യാത്ര പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കണ്ണൂരിലേക്ക്. കണ്ണൂർ ഒരു കുഞ്ഞു യാത്ര, ക്ഷേത്ര ദർശനം, അതേപോലെ ഇവിടെ പ്രധാനമായിട്ട് പോകുന്നത് ഓപ്പോളയും പേരശ്ശിനിയും കാണാനാണ്. അപ്പോൾ കുറച്ച് മിസ്സിങ് ആയിരുന്നു അവർ കാണാത്തതുകൊണ്ട് അപ്പോൾ അവരെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അവിടെ ഓപ്പോളുണ്ട്, ഏട്ടനുണ്ട്, പിന്നെ അവരുടെ മക്കളുണ്ട്, അപ്പു, അമ്മു, ഒരു പേരശ്ശി ഒക്കെ ആയിട്ട്. അപ്പോൾ അവരിപ്പോൾ കാണാമെന്ന് വിചാരിച്ചു. അതുവഴി കുറച്ച് അമ്പല ദർശനം അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ 5:45 ടൈമിലുള്ള ബസ്സിൽ KSRTC അതിൽ കയറിയിട്ട് എറണാകുളത്ത് ഇറങ്ങിയിട്ട്, എറണാകുളം ഉണ്ടല്ലോ, അവിടെ ഇറങ്ങിയിട്ട് മെട്രോയിൽ കയറിയിട്ട് കലൂർ ഇറങ്ങണം. അങ്ങനെ മെട്രോയിൽ കയറിയിട്ട് എറണാകുളത്തുനിന്ന് മെട്രോയിൽ കയറിയിട്ട് കലൂർ ചെന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് രണ്ടാമത് ട്രെയിൻ പിടിക്കണം. അത് വന്ദേ ഭാരതാണ്. വന്ദേ ഭാരതിൽ ഞാനിതുവരെ കയറിയിട്ടില്ല. അപ്പം അതും കൂടി ഉണ്ട്. പ്രധാനമായിട്ടുള്ള ഒരു യാത്രയുടെ ഉദ്ദേശം അതും കൂടിയാണ്, മെട്രോയിൽ കയറിയിട്ട് യാത്ര ചെയ്യാമെന്നൊക്കെ. അപ്പോൾ അതും കൂടിയാണ്. പിന്നെ കുറച്ച് ക്ഷേത്ര ദർശനങ്ങളുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഓപ്പോളെ കാണണം, പേരശ്ശീനെ കാണണം, മെട്രോയിലും കയറണം, വന്ദേ ഭാരതിലും കയറണം. അതാണ്. അപ്പോൾ ആദ്യമായിട്ട് കയറണം, അതൊരു വന്ദേ ഭാരതിൽ കയറണതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ ബാക്കി പതിയെ വരാം. ബൈ. ഞങ്ങൾ ബസ്സിൽ കയറി 5:45 ആ ടൈമിൻ്റെ ബസ്സിലാണ് കയറിയിരിക്കുന്നത്. തൊടുപുഴ അമ്പലം കാണുന്നുണ്ട്. ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് നല്ല ഇതായിട്ട് പെയ്യുന്നതാണ്, നന്നായിട്ട് പെയ്യുന്ന മഴയുണ്ട്. ബസ്സിൽ കയറി എന്നിട്ട് ഇതുവരെ രാവിലെ ആയിട്ടുണ്ട്. കുറച്ച് നേരമൊക്കെ വിളിച്ചു. മഴ ഇപ്പോഴും കുറഞ്ഞിട്ടൊന്നുമില്ല, മഴ നല്ലപോലെ ഉണ്ട്. മറ്റേ ബസ്സിലെ വിൻഡോ തുറക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും തുറന്നിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുറന്നതാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് ശല്യമാവണ്ടെന്ന് വെച്ചിട്ട് പതുക്കെ ജസ്റ്റ് തുറന്നിട്ട് എടുക്കുന്ന ഷോട്ടുകളാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറി എറണാകുളത്ത് പുറത്ത് ഇറങ്ങിയത് എടുക്കാൻ പറ്റിയില്ല. നല്ല മഴയുണ്ടായിരുന്നു. ഫോൺ പുറത്തേക്ക് എടുക്കുമ്പോൾ ഫോണൊക്കെ നനയുമല്ലോ എന്ന് വെച്ചിട്ട് എടുക്കാൻ പറ്റിയില്ല. ട്രെയിനിൽ കയറി. ഞാനിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് മെട്രോയിൽ കയറുന്നത്. എനിക്ക് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് എറണാകുളത്ത് വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ കൂടെ. അപ്പോൾ കയറിയിട്ടുണ്ട്. ഈ കലൂർ കയറുകയെന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ നിന്ന് നമ്മൾ കുറച്ച് നടന്നിട്ട് നോർത്ത് സ്റ്റേഷൻ അവിടെ നിന്നാണ് നമ്മൾ വന്ദേ ഭാരത് കയറുന്നത്. കുറച്ച് നടക്കണം. നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോയത്. മഴയും കൂടെ ആയതുകൊണ്ട് വലിയ കയറുന്നത് കുറച്ച് നടക്കണം. നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോയത്. മഴയും കൂടെ ആയതുകൊണ്ട് വലിയ ഇതില്ല നടക്കാൻ. അങ്ങോട്ട് കുടയുണ്ടായിരുന്നില്ല, പിന്നെ കോട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഓട്ടോയിൽ തന്നെ നമ്മൾ പോയി. അങ്ങനെ ട്രെയിൻ വന്നു ഗീസ്. ട്രെയിൻ വരുന്നു ഗീസ്. വരുന്നേ വരുന്നു. ആദ്യമായിട്ട് വന്ദേ ഭാരതിൽ ഗവൺമെൻറ് ഇത് എന്താ പറയുക. ഇങ്ങനെ ട്രെയിൻ കയറി കുറച്ച് സമയമായി. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ട് ഭാരതപ്പുഴ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ എത്തി സ്ലോവിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കും അമ്മയ്ക്കും ഒരു സ്ഥലത്തുള്ള സീറ്റ് കിട്ടി. അതിന് നേരെ ഓപ്പോസിറ്റ്, തൊട്ടടുത്ത് തന്നെ നേരെ ഓപ്പോസിറ്റ് എൻ്റെ പ്രാണനാഥനും എൻ്റെ കെട്ടിയവനല്ലേ, എൻ്റെ കെട്ടിയവനും എൻ്റെ ചേട്ടനും
ചേച്ചിക്കും ഒരുമിച്ച് സീറ്റ് കിട്ടി. അങ്ങനെ തൊട്ടടുത്ത് ഇരിക്കുന്നു. അതങ്ങനെ സീറ്റ് കിട്ടി. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അപ്പം മറ്റേ വട്ടയപ്പം ഉണ്ടല്ലോ, അത് വെള്ളയപ്പം, നല്ല ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അപ്പം മറ്റേ വട്ടയപ്പം ഉണ്ടല്ലോ, അത് വെള്ളയപ്പം, മറ്റേ സാധനമില്ലേ ചുട്ടെടുക്കണത്, അതാണ്. അതും പിന്നെ കറി, കടലക്കറി, പിന്നെ കോഫി ഉണ്ടായിരുന്നു, കോഫി മറ്റേ ചൂടുവെള്ളം, പിന്നെ മറ്റേ കോഫി മിക്സിംഗ് ആയിട്ടുള്ള പൗഡർ അതുകൊണ്ടല്ലോ പാക്കറ്റ്, എല്ലാവർക്കും അറിയായിരിക്കും അങ്ങനത്തെ കിട്ടുന്നത്. മറ്റേ പാൽപ്പൊടിയും പഞ്ചസാര, കോഫി പൗഡർ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളത്, അതിൻ്റെ ഒരു പാക്കറ്റും. പിന്നെ സ്വീറ്റ്സായിട്ട് കേസരി ആൻഡ് മറ്റേ ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതും. അങ്ങനെ കണ്ണൂരെത്തിയിട്ട് അതാണ് ഓപ്പോളും ഫാമിലീസും, പേരശ്ശി, പിന്നെ അപ്പു, പിന്നെ 2 പേര് അത് മിസ്സിങ് ആണ്. അവർ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഫോട്ടോയിൽ വന്നിട്ടില്ല. പേരശ്ശി ഉണ്ട്, ഓപ്പോളുണ്ട്, അപ്പുണ്ട്. പിന്നെ ഞങ്ങൾ 5 പേരും. അപ്പം അങ്ങനെ ഇരിക്കുന്നത്. അതാണ് ആ ഓപ്പോളുടെ ഇല്ലത്തേക്ക് പോകാനാണ് ഞങ്ങൾ കണ്ണൂർക്ക് പോയത്. ഓപ്പോൾ അവിടെയാണുള്ളത്. അതാണ് ഞങ്ങൾ കാണാൻ പോയ ഓപ്പോളയും പേരശ്ശിയും. അപ്പു, എനിക്ക് 2 പേരുണ്ട്. ഒരാൾ ഞങ്ങൾ കണ്ടു, ഏട്ടൻ ഞങ്ങൾ വന്ന് പക്ഷേ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏട്ടൻ സ്ഥലത്തില്ല. അതുകൊണ്ട് പുറത്ത് പോയി ഫോട്ടോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഒരു മോളുണ്ട്, അമ്മു സ്ഥലത്തില്ല, പുറത്തേക്ക് പോയേക്കാണ്, പഠിക്കാൻ പോയേക്കാണ്, അവളവിടെ ഇല്ല. അങ്ങനെ ഞങ്ങൾ കണ്ണൂരെത്തി. ഓപ്പോള അടുത്തെത്തി, ഓപ്പോളെ കണ്ടു. പകല് വൈകിട്ടോടെയാണ് എത്തിയത്. വൈകിട്ടോടെ എത്തി. പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ എണീറ്റ് ഞങ്ങൾ റെഡിയായി. അമ്പല ദർശനം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പോകണം. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. അങ്ങനെ പെട്ടെന്നായിരിക്കും അവനൊരു ഒന്ന് വളക്കാത്തൊന്നും ഓൻ വലിച്ചെടുത്തിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും. നമ്മളെൽപ്പാടങ്ങനെ നിൽക്കുമ്പോണ്ടാവും ഇപ്പം വളക്കാൻ പറ്റും. ഇപ്പോഴാണ് 50 കയറിയത്. ഇത് കയറാതെ എന്റെ കുഴപ്പമാണോ? ഞാൻ ചവിട്ടുന്നുണ്ട്. എന്റെ ബൈക്ക് ഒരു ഭാഗത്തല്ലേ ഉള്ളൂ, വേറെ എവിടെയും കാണിച്ചിട്ടില്ല. ഇവിടെ പറഞ്ഞ ഇതല്ലേ എന്റെ ആനയെ കൊന്ന, അതുകൊണ്ടല്ലേ ആനയില്ലാത്ത. അതെ. ഈ NH66 ഇതാണല്ലോ, ഇവിടെ പണിയൊന്നും കാണില്ല. ഇവിടെ ഒരു ആർച്ച് കാണാം. ഹൈവേയിലുണ്ട് ഒരാള്. മറ്റൊരു ഹൈവേ ഒരു ജംഗ്ഷനിൽ കയറുമല്ലേ? അതെ, വലത്തോട്ട്. അതുകൊണ്ടാ ഞാൻ അതാ നോക്കുന്നു. നമ്മളിപ്പോ ഹൈവേയില് ജംഗ്ഷനിലെത്തും, അവിടെ നിന്ന് തിരിയണം നെല്ലയില ഞാൻ നോക്കി നിൽക്കുന്നത്. അവിടെയാണോ? അമ്പലത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇതല്ല, നമ്മുടെ ഹൈവേയിലേക്കുള്ള വഴിയാണ് നോക്കുന്നത്. താളിപ്പറമ്പ് ജംഗ്ഷനിലേക്കല്ല വേണ്ടത്. സേവാഭാരതി നടത്തുന്ന അമ്പലങ്ങളില അത് കൂടുതലും പുള്ളി പറയുന്ന സങ്കല്പം കൊണ്ട്. അതെ അതെ. എന്താ മറ്റേ പശുവിന്റെ കൊമ്പിന്റെ കീഴിലെ കാന്തശക്തി ഉണ്ടെന്നും പറഞ്ഞോണ്ടൊക്കെ തള്ളുന്നു പോകും. ഒരു നിവർത്തിയിൽ ഇതൊക്കെ പിടിച്ചെടുക്കും. അക്കാര്യത്തിൽ എനിക്ക് സന്ദീപ് ചൈതന്യോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പുള്ളി പറഞ്ഞ കുരുക്ഷേത്രത്തിൽ നടന്നതിന് തെളിവൊന്നുമില്ല.
അത് ഗേറ്റാണ്. അവര് ടൗണിലേക്കാ മൈക്ക് വെച്ചേക്കുന്നുണ്ട. ഇറങ്ങി കാണാം കേട്ടോ. അമ്പലം വായനയൊക്കെ നടക്കുന്നുണ്ട്. വായനയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഇന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ വെള്ളം കിടക്കണം. അതോ വേറെന്തോ ആണോ എന്തെങ്കിലും ആണോ നോക്കിയില്ല. നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ നടക്കാൻ ഇതിപ്പോൾ നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അമ്പലമെത്തി. നല്ല രസമൊക്കെ വായനയിലേക്ക് നല്ല രസമാണ്. കേട്ട് വയ്ക്കാൻ തോന്നും. അങ്ങനെയൊക്കെ അമ്പലത്തിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടാണ്. ഇവിടെ കണ്ണൂരായതുകൊണ്ട് ഈ വെട്ടുകല്ലുണ്ടല്ലോ അതിൻ്റെയൊക്കെ അല്ലേ ഒരു ചുമരിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. ഭംഗി നല്ല ഇതല്ലേ. ഞാൻ തുമ്മാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞേ പുറത്തല്ലേ പൊടി തുമ്മലായിരിക്കും. ആലുവ തിരുവരാണിക്കുളത്തെ ജനുവരി 12. ഇപ്പൊ ഇപ്രാവശ്യം ഒരുപാട് വൈകിട്ടാണ് ജനുവരി 12 പറഞ്ഞാൽ ധനുമാസം തീരാതെ. ഇനിയിപ്പോ നേരെ എത്തിയില്ലേ? 200 മീറ്റർ 200 മീറ്റർ ഉള്ളൂ. 200 മീറ്റർ ഉള്ളൂ. എന്തിനും മതി ഇങ്ങനെ റൂട്ട് പണിതേക്കണം. അഞ്ചന ചോദിച്ച പോലെ കുന്ന കണ്ടിട്ട് കുറുവേനെ കുന്ന കണ്ടിട്ട് ഓ എൻ്റെ അവനെ എന്തിനാ അമ്മമ്മ ഇങ്ങനെ കുന്നെല്ലാക്കി വെച്ചിനെ ഇടയല്ല. നടന്നുണ്ടല്ലോ ഭയങ്കര മടുക്കും. നേടം പോയിട്ട് ഞാൻ പറയാം നമുക്ക് മോരും പഴം മതി. എന്നോടും അറിയില്ല, അമ്മമ്മേന്റെ ചെയ്യിപ്പി പറയും. ഓള് പറയുന്ന നിങ്ങടെ മോരും വെള്ളം കുടിക്കണോ. എന്തോന്ന് അത് ശരിയാ. അങ്ങോട്ട് കയറാവോ? ഞങ്ങളുടെ അങ്ങോട്ടൊന്നല്ല പാർക്കിംഗ് ഏരിയ വേറെ. അതേപോലെ രാജേശ്വര അമ്പലത്തിലാണ് പോകുന്നത്. വലിയ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഉണ്ട്, ബസ്സെല്ലാം ഇടുന്ന ഗ്രൗണ്ട് ഉണ്ടല്ലോ. പിന്നെ ഞങ്ങളിവിടെ എത്തി. ഞങ്ങള് നല്ല പരിസരം കേട്ടോ. നല്ല രസമുണ്ട്. പാർക്കിംഗ് ഏരിയ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഏട്ടാ അവിടെ ഒരു ആന ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ആനേനെ നിർത്തിയിട്ടുണ്ട്. അപ്പം ഞാനത് നോക്കാൻ വേണ്ടി ഇങ്ങനെ പോവാണ്. നല്ല രസമല്ല ഇങ്ങനെ ആനയെ കണ്ടുകൊണ്ട് നിൽക്കാനൊക്കെ. അതിങ്ങനെ എന്തൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണൊക്കെ നല്ല ഭംഗിയില്ല കാണാം. അപ്പം അതിങ്ങനെ കാണാൻ പോയി. അപ്പം അങ്ങനെ നോക്കി ശേഷം ഞങ്ങളിങ്ങനെ അമ്പലത്തിൻ്റെ അടുത്ത് നടക്കുവാണ്. നല്ല രസമുണ്ട്. നല്ല ഒരു ആംബിയറാണ്, ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ. നല്ല രസമുണ്ട്. എൻട്രി ഒക്കെ നല്ല ഭംഗിയാട്ടോ. കണ്ടോ ഇതിൻ്റെ എൻട്രി മറ്റേ ഭാഗമുണ്ട്, ഫ്രണ്ട് ഏരിയ ഉണ്ട്. ഇത് വേറെ ഭാഗം, സൈഡ് ഏരിയ ആയിട്ട്. ഇങ്ങനെ കയറിയിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങളവിടെ നിന്ന് ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും ഏടത്തിയും അമ്മയും ഒക്കെ ആയിട്ട് ഒരുമിച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തു. നല്ല നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ഒരു ഏരിയയാണ് അമ്പലത്തിൻ്റെ ഈ ഭാഗത്തേക്ക്. ഈ ഭാഗത്തൂടെ കടന്നു വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ സെൽഫി എടുക്കുക, ഫോട്ടോ എടുക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന ഏരിയ കണ്ടു കഴിഞ്ഞാൽ ഞാനൊരിക്കലും വിടില്ല.
എന്നെപ്പോലെ തന്നെയായിരിക്കും ഈ സെൽഫി ഹോബീസൊക്കെ ഉള്ളവർ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെയാക്കിയിട്ട്. അപ്പം ഞങ്ങൾ നടക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കുളമൊക്കെ കാണാൻ. കുളമൊക്കെ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് പോവാണ്. അമ്പലത്തിൻ്റെ ആ എത്രയും വരെ മാത്രമേ എനിക്ക് ക്യാമറ ഉപയോഗിക്കാൻ പറ്റൂ. ഉള്ളിലേക്ക് മാത്രമേ എനിക്ക് ക്യാമറ ഉപയോഗിക്കാൻ പറ്റൂ. ഉള്ളിലേക്ക് കുറച്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അമ്പലത്തേക്കകത്തേക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. അതാ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ അമ്പലത്തിൻ്റെ ചുറ്റുഭാഗം കുറേ ഉണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ ഭാഗങ്ങളിൽ അതായത് മറ്റേ പുരാണം പറയണ പോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഓരോ ഭഗവാന്മാരുടെയും ഓരോ ഓരോ ഏരിയകൾ ഇന്ന ഭഗവാനെ തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന ഭഗവാന്റെ അടുത്ത് തൊഴാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സങ്കടം പറയാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ടല്ലോ. അത് അപ്പം ഞാനതൊക്കെ ഇങ്ങനെ അമ്മയുടെ നിന്നും അതേപോലെ ഏടത്തിയുടെ നിന്നൊക്കെ കേട്ടു അറിഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പോൾ അവരിങ്ങനെ ഭാഗവതത്തിൻ്റെയും അങ്ങനെയുള്ള ഭാഗവതം, പിന്നെ അതേപോലെ രാമായണം, നാരായണീയം അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കാനും നല്ല ഇഷ്ടമാണ്, അങ്ങനെ ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ കേൾക്കുന്നു. അപ്പോൾ അവരോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇന്ന ഭഗവാന്റെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരാതി അല്ലെങ്കിൽ സങ്കടമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഭഗവാനെ അങ്ങനെ കാണാൻ പാടുള്ളൂ എന്നൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റേതായ ഓരോ ഭഗവാന്മാരുടെയും ഭഗവതിയുടെയും ഒക്കെ എന്താ പറയുക, ഓരോ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്താണുള്ളതെന്നൊക്കെ ഉണ്ടാവുമല്ലോ. ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന ഭാഗത്ത് ഉള്ളുണ്ടെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെയൊക്കെ ആയിട്ട് അതങ്ങനെ അറിയാൻ പറ്റി. അങ്ങനെ അറിഞ്ഞു അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ രാജരാജേശ്വരി അമ്പലത്തിൽ നിന്ന് ത്രിമധുരം കിട്ടി. തേൻ പോലത്തെ ഒരു കുഞ്ഞ് ഡപ്പയിലാണ് അങ്ങനെ കിട്ടുന്നത് അതിനായിട്ട്. അപ്പോൾ അത് കിട്ടി. പിന്നെ അവിടെ നടയിൽ നിന്ന് തൊഴുകയാണെങ്കിൽ തന്നെ നമ്മൾ മുട്ട് കുത്തി നിന്ന് തൊഴുമ്പോഴേ നമുക്ക് മുട്ടുകുത്തി വെറുതെ നിന്ന് മാത്രം നമുക്കിങ്ങനെ തൊഴാൻ പറ്റില്ല. തലയൊക്കെ ഒന്ന് കുമ്പിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ രൂപം കാണാൻ പറ്റുള്ളൂ. അത്രയ്ക്കും നല്ല ഇതായിട്ടാണ് ശ്രീകോവിലിൻ്റെ ഒരു പണി കഴിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ മുട്ടിൽ നിന്ന് നമ്മൾ കുമ്പിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഭഗവാനെ കാണാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ പാദഭാഗം ഉണ്ടല്ലോ, അങ്ങനെ അത് മാത്രമേ കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അമ്പലത്തിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, കുറേ അറിയാനുണ്ട്. അപ്പം എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നല്ല അമ്പലമാണ്. പോയി സന്ദർശിക്കാൻ പറ്റുന്ന തൊഴാൻ ആഗ്രഹമുള്ളവർ വരണം. എന്ന് ഇതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നാണ്. പിന്നെ ഇതിൻ്റെ ഒരു നിർമ്മിതി തന്നെ നല്ല ഭംഗിയുള്ള ഒരു നിർമ്മിതിയാണ്. നമുക്കതിൻ്റെ ആ ഒരു ചരിത്രം നമുക്ക് തന്നെ അറിയാൻ നമുക്കതിൻ്റെ ആഗ്രഹമൊക്കെ തോന്നും. അങ്ങനെയാണ്. അത്രയും നല്ല രൂപം ഉണ്ട്, നല്ല രൂപകൽപ്പനയാണ്. നല്ല ഭംഗിയോടെ വെട്ടുകല്ലിൽ, കണ്ണൂർ ഭാഗം എന്ന് പറയുമ്പോൾ വെട്ടുകല്ലിലാണ് മിക്ക അമ്പലങ്ങളും നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് ശബ്ദം. അയ്യോ അങ്ങനെ ഞങ്ങള് അടുത്തതായിട്ട് ചെറുകുന്നില് തെയ്യം അങ്ങനെയുള്ള അവിടെയാണ്. മുത്തപ്പൻ്റെ അല്ല, ചെറുകുന്ന് ഭഗവതി. ആർച്ചിൻ്റെ ഭക്തി. ജോയ്ഫുള്ള ചേട്ടൻ
ഭയങ്കര ജോയ്ഫുള്ളാ. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയതല്ല. ഒന്നിലേക്ക് പോവാം. അങ്ങാട്ട് പൂച്ച ഞാൻ എവിടെ കണ്ടു കഴിഞ്ഞാലും പൂച്ചയുടെ ഷോട്ട് എടുക്കും. കണ്ടോ ഈ അമ്പലമാണ്, കണ്ടോ തെയ്യത്തിൻ്റെയും ഗുളികൻ കിട്ടുന്ന കേട്ടായിരുന്നു. ഇന്ന് കളിയാട്ടം ഞങ്ങൾ പോയ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം വരെ മാത്രം കാരണം ഗുളികൻ്റെ കുഞ്ഞു കുട്ടി ഒരു വലിയ ആളും കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഞാൻ ആ ഒരു വേഷത്തിന് മുന്നിലിങ്ങനെ ക്യാമറ പിടിക്കാൻ ഞാൻ കുറച്ച് ഭയപ്പെട്ടിരുന്നു. അതാണ് ഞാൻ പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ ഫോൺ അങ്ങോട്ട് ആക്കണില്ല. എന്തോ എനിക്കതൊക്കെ എന്താ പറയുക, എൻ്റെ വിശ്വാസമായിരിക്കും. അവരുടെ ഫേസ് എനിക്കെന്തോ എൻ്റെ വിശ്വാസമായിരിക്കും, എനിക്കതൊരു ഭയമാണ്. എന്തെങ്കിലും പ്രശ്നമാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫോൺ മാറ്റി പിടിച്ചു. ഞാനൊന്ന് അതിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെയാണ് എൻട്രി വേറെ ഉണ്ടോയെന്ന് അറിയില്ല. ഇതാണ് ഞങ്ങൾ പോയ വഴി ഇങ്ങനെയാണ് കയറിയത്. അകത്തേക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല, ഫോൺ കളിച്ച് നിർത്തും. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മറ്റേ അന്നത്തെ രാത്രിയിലത്തെ നൈറ്റിൽ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു, തെയ്യം പോലെയുള്ളൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു, പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിന് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിന് പറ്റിയില്ല. ഞങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ രാവിലെ തിരിച്ച് പോരണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറക്കം ശരിയാവില്ല. അങ്ങനെയൊക്കെ അങ്ങനെ ഞങ്ങൾ അന്നപൂർണേശ്വരി അമ്പലത്തിൽ, ചെറുകുന്ന അന്നപൂർണേശ്വരി ആർച്ചല്ലേ ഭാഗം നല്ല ഭംഗിയെ കാണാൻ. ഒരു രൂപകൽപ്പന ചെയ്തേക്കണം, നല്ല ഭംഗി. ഈ ഭാഗമൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാം. പാർക്കിംഗ് ഏരിയയിലേക്കാട്ടോ പോകുന്നത്. നല്ല ഭംഗിയാണ് ഇപ്പോൾ കാണാൻ. ഇവിടെയൊക്കെ കണ്ടോ എല്ലാ അമ്പലങ്ങളും ഇട്ടുകല്ലുകൊണ്ട് റെഡിയാക്കി വെക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഞങ്ങളവിടെ ചെന്നപ്പോൾ നല്ലൊരു വെയിലായിരുന്നു. ക്യാമറയിലെ വെയിൽ കിട്ടുന്നില്ല, വെയിലുണ്ട്. വെയിലാണ് കണ്ട അമ്മയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ മുഖം കണ്ടറിയാം. നല്ല വെയിലുണ്ട്. നല്ല വായ നടക്കണ എൻ്റെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ടുള്ളവർക്ക് അമ്പലത്തിനകത്താണ്, അതായത് നടയിലിരുന്നിട്ടാണ് എന്താ പറയുക ഭഗവാന്റെ എന്താ പറയുക പ്രസാദം സ്വീകരിക്കാനുള്ള കഴിക്കാൻ ഉള്ളൊരു ഭാഗ്യമുണ്ടെന്ന് പറയാം. അവകാശം എന്നല്ല, അതൊരു അഹങ്കാരമായിട്ട് മാറും. അതൊരു ഭാഗ്യം എന്ന് പറയാം. അങ്ങനെ ഭാഗ്യമുണ്ട്. അങ്ങനെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബ്രാഹ്മൺസ് ആയിട്ടുള്ളവർക്ക് കേട്ടോ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അവിടെ. അങ്ങനെ ഒരു പ്രത്യേകതയാണ് അമ്പലത്തിന്. അപ്പം അതാണ് അന്നപൂർണേശ്വരി അമ്പലത്തിൻ്റെ ഒരു. അങ്ങനെ ഞങ്ങൾ അന്നപൂർണയിൽ നിന്ന് പ്രസാദം കഴിച്ച് ഇറങ്ങി. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ നിൽക്കുമ്പോൾ തന്നെ. അവിടെ ഒരുപാട് കാണാനും ഉണ്ടായിരുന്നു. ചിത്രങ്ങളൊക്കെ കുറച്ച് അത്ര വലിയ തിരക്കില്ലെങ്കിലും നല്ല അത്യാവശ്യം പ്രസാദം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ നല്ല ചുവർച്ചിത്രങ്ങളുണ്ട്. പഴയ ഒരു കുറച്ച് പഴക്കമുള്ള അന്നപൂർണ ഭഗവതിയുടെ അമ്മയുടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു. അതും അതേപോലെ തന്നെ അവിടെ തന്നെയുണ്ട്. പുതിയതുണ്ട്, മറ്റ് ദേവന്മാരുടെയും ഒക്കെ ഉണ്ട് ചിത്രം വരച്ച് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കയറി ചെന്ന് ചുറ്റമ്പലത്തിൽ കയറുമ്പോൾ തന്നെ തൂണുകളുണ്ട്. തൂണുകളിൽ കുറേ ദേവന്മാരുടെയും ഭഗവതിമാരുടെയും ഒക്കെ ഒരു ശിലകളൊക്കെ
പണി കൽപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിലായിട്ട് ഏറ്റവും കൂടുതൽ നല്ല പോലെ എന്താ പറയുക, നോക്കി നിൽക്കാനും തൊഴുത് നിൽക്കാനും കൂടുതലും തോന്നുന്നത് അന്നപൂർണ ഭഗവതിയുടെ അമ്മയുടെ ഒരു ശിലയാണ്. അന്നം വിളമ്പുന്ന ഒരു ശില തൂണിലിങ്ങനെ പണി കൽപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ. പിന്നെ കൃഷ്ണനുണ്ട്, മറ്റ് ദേവതകളുണ്ട്, ഭഗവാന്മാരുണ്ട് ഒക്കെ ആയിട്ട് ചുവർ ചിത്രങ്ങളുണ്ട്. അന്നപൂർണയുടെ പുതിയ ചിത്രമുണ്ട്, പുതിയതായിട്ട് വരച്ചതുണ്ട്, പഴയതുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടോ. അതൊക്കെ വെച്ച് ഇങ്ങനെ നോക്കി നിൽക്കാനൊക്കെ ഭയങ്കര രസമാണ്. നല്ലൊരു ആർട്ട് വരച്ച ആൾക്ക് നല്ല ഒരു ഇതുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിലാണ് കേട്ടോ ഒന്നിങ്ങനെ വരച്ച് വെച്ചേക്കണേ. അപ്പോൾ ഇങ്ങനെയാണ്. അവിടെ പോയി തൊഴാത്തവർ പോയി തൊഴണം. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഞങ്ങൾ പോയപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറായിരുന്നു. മറ്റേ വായനയൊക്കെ നടക്കുന്നുണ്ട്. ഒരു പ്രത്യേക രീതിയിലാണ് അമ്പലം എന്താ പറയുക അണിഞ്ഞൊരുക്കുക എന്ന് പറയുന്നില്ലേ, ഒരു നല്ലൊരു രീതിയിൽ അങ്ങനെയായിട്ട്. അപ്പം അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഏടത്തിയുടെയും അമ്മയുടെയും റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഏടത്തിയുടെയും അമ്മയുടെയും റിലേറ്റീവ് ഉണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലും കൂടെ കയറിയിട്ട് ഒന്ന് വിസിറ്റ് നടത്തിയിട്ട് തിരിച്ച് ഓപ്പോളുടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്ഥലങ്ങളൊന്നും പോണ സ്ഥലമൊന്നും പറ്റിയിട്ടില്ല. കാരണം ഫോൺ സ്വിച്ച് ഓഫ് ആവാറായിരുന്നു, ചാർജ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അപ്പോൾ ഈ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ വൈകിട്ടത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ ഓപ്പോളുടെ വീട്ടിലേക്ക് പോവും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഓപ്പോളുടെ അടുത്തേക്ക് എത്തിയപ്പോൾ കുറച്ച് രാത്രിയായി. അങ്ങനെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. അപ്പോൾ അവിടെ എത്താറാവുന്നു. പിന്നെ അപ്പോൾ ഞങ്ങൾ എത്തി, ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തു. കുറച്ച് നേരത്തെ ആയിട്ട് ഞങ്ങൾ കിടന്നു. ഞങ്ങളല്ല, ഏട്ടന്മാരെല്ലാവരും കിടന്നു. ഇവരൊക്കെ കിടന്നു, പേരശ്ശിയും എല്ലാവരും കിടന്നു. ഓപ്പോളും ഞാനും ഏടത്തിയും കൂടെ ഭയങ്കര കത്തിവയ്പ്പായിരുന്നു. ഒരു 11-12 മണി വരെ ഇങ്ങനെ ഭയങ്കര കത്തിവയ്പ്പായിരുന്നു. അങ്ങനെയായിട്ട് ഓപ്പണായിട്ട് ഭയങ്കരമായിട്ട് നല്ലോണം സംസാരിക്കുകയും അതിനൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ലൈറ്റായി കിടന്നപ്പോൾ രാവിലെ ഞങ്ങളൊരു നേരത്തെ എണീറ്റു പോകാൻ വേണ്ടിയിട്ട് പതുക്കെ റെഡിയാവാൻ തുടങ്ങി. ഭക്ഷണമൊക്കെ രാവിലെ വെച്ച് ഒക്കെ ആയിട്ട് പറയണം. രാവിലെ ഭക്ഷണമൊക്കെ വെച്ച് റെഡിയാക്കി. അവൾക്ക് രാവിലെ എണീറ്റിട്ട് പണി വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരത്തെ എണീറ്റ് ഞങ്ങൾ രണ്ടുപേരും. ഞാൻ കുറച്ച് ലേറ്റായിട്ട് വന്നേ. ഇടത്ത് വേഗം പരിപാടിയൊക്കെ തുടങ്ങി, ഭക്ഷണമൊക്കെ വയ്ക്കാൻ തുടങ്ങി. ഞാൻ പകുതിക്ക് കുളിച്ചൊക്കെ വേഗം വന്ന് പകുതി ഹെൽപ്പ് ചെയ്യാനൊക്കെ നോക്കി, ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അപ്പോഴത്തേക്കും പണി കുറച്ചൊക്കെ ആയായിരുന്നു. ഞാൻ വന്നപ്പോൾ ഞാനും കുറച്ച് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പതുക്കെ ഞങ്ങൾ ഇറങ്ങും. ഇനി ഇറങ്ങി ടാക്സി അപ്പോഴത്തേക്കും വന്നായിരുന്നു. ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം ലേറ്റ് ചെയ്യിക്കാണ്ട് ഞങ്ങൾ വേഗം റെഡിയായിട്ട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ
അല്ല കുഴപ്പമില്ല. Bye bye Kanur. Bye bye Kanur. അവിടെയാ അവിടെ ഇതുകൊണ്ട് സ്ലെറ്റുണ്ട്. ഇവന്റെ കാര്യം പറഞ്ഞു. 14. അല്ല ബൈ ബൈ കണ്ണൂർ. Bawa kamu. ബൈ ബൈ കണ്ണൂർ. ഞാനും വിചാരിച്ചു എന്നെ പോകാത്ത പിന്നെ നമുക്ക് ചോറ് കൊടുത്തു. നമ്മൾ ഭയങ്കര വന്നത് എറണാകുളം 1051. ആദ്യത്തെ